രാവിലെ 5 മണിക്കാണ് ഞങ്ങൾ അജ്മീറിലെത്തിയത്. നല്ല തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇട്ട ഡ്രസ്സൊന്നും പോരാ, അതുകൊണ്ട് ഹുഡീസും കൂടി വലിച്ച് കയറ്റുകയാണ്. ആഗ്രയിൽ നിന്നാണ് നമ്മൾ ബസ്സിന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ അജ്മീറിൽ ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് 80 രൂപ കൊടുത്ത് ഒരു ഓട്ടോ വിളിച്ചു നേരെ അജ്മീർ ദർഗയ്ക്ക്. പോകുന്ന വഴിയിൽ ദർഗൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റൂം സംഘടിപ്പിച്ചു. 500 രൂപയാണ് റെൻറ്റ് വന്നത്. സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ഒന്ന് ഫ്രഷായി ഞങ്ങൾ നേരെ ദർഗയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് കച്ചവടങ്ങളൊക്കെ സജീവമായി വരുന്നുള്ളൂ. ആളുകളൊക്കെ ഒരുപാടുണ്ട്. കവാടം കടന്ന് അകത്ത് കയറിയപ്പോൾ ആളുകളൊക്കെ വെയിറ്റിങ്ങിലാണ് സുബൈ നമസ്കാരത്തിന് വേണ്ടിയിട്ട്. ഒരു സുബൈ ജമാഅത്ത് നമസ്കാരം ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആളുകൾ ഉൾക്കൊള്ളാത്തതുകൊണ്ട് ബാക്കി വന്ന ആളുകളൊക്കെ അടുത്തൊരു ജമാഅത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഈ കയറുന്ന സ്ഥലത്ത് തന്നെ അവിടുത്തെ ആചാരവുമായി ബന്ധപ്പെട്ട പല കച്ചവടങ്ങൾ, പൂക്കളുടെയും മറ്റൊക്കെ ആയിട്ടുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആദ്യത്തെ നമസ്കാരം കഴിഞ്ഞ ആളുകളൊക്കെ ഒഴിഞ്ഞ് രണ്ടാമത്തെ ജമാഅത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ പള്ളിയിലേക്ക് കയറുകയാണ്. പള്ളിയിൽ കയറി നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി ദർഗയിലേക്ക് അങ്ങോട്ട് പോകുമ്പം ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അജ്മീർ ചെമ്പാണ്. ചെമ്പിൽ ഒരുപാട് അരിയുണ്ട്, ക്യാഷായിട്ട് നോട്ടും ഉണ്ട്, അതുപോലെ തന്നെ ചില്ലറകളും ഉണ്ട്. പിന്നെ ഒരുപാട് കവറുകൾ കണ്ടു. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് നേർച്ച പൈസയാണ് അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ ചെമ്പിൽ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ വലിയ ചട്ടുകാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ ആ ചെമ്പിലേക്ക് ഇറങ്ങുന്ന കോണിയാണിത്, മരത്തിൻ്റെ കോണി. ചെമ്പിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള സ്റ്റെപ്പാണിത്. ആ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് വിറക് വെച്ച് കത്തിക്കാനുള്ള സ്ഥലവും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ 2 ചെമ്പുകളാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഒന്ന് ഈ ഒരു വലിയ ചെമ്പും അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ചെറിയൊരു ചെമ്പും. ഈ ചെറിയ ചെമ്പിലും ആളുകൾ ക്യാഷ് നോട്ടായിട്ടും കോയിനായിട്ടൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അരിമണി കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കവറുകളും കാണുന്നുണ്ട്. ആ കവറിൽ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അംഗശുദ്ധി വരുത്താനുള്ള ഉളു എടുക്കാനുള്ള ഒരു ഔള് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പള്ളിയുണ്ട്. ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. വിശാലമായൊരു സ്ഥലമാണ്, ഒരുപാട് ആളുകളുണ്ട്. ഈ ക്ലാസ് കേൾക്കാനും ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. ഈ ദർഗയുമായി ബന്ധപ്പെട്ട ഒരു അവകാശിയാണ് ആ ക്ലാസ് എടുക്കുന്നത് എന്നുള്ളതാണ് അവിടെ നിന്നൊരാൾ ഞങ്ങളോട് പറഞ്ഞത്. क्योंकि इनका जो तरीका है, इनका बताने का तरीका यह है कि हम बड़े नहीं हैं वो बड़ा. തൊട്ട് താഴെ അജ്മീർ ഖാജയുടെ മക്ബറയിലേക്ക് ആളുകൾ പൂക്കളുമായി പോകുന്നതാണ് എനിക്ക് കാണാൻ പറ്റിയത്. തുടക്കത്തിൽ ഞാൻ കാണിച്ചിരുന്ന ഒരുപാട് പൂക്കച്ചവടങ്ങൾ അവിടുന്ന് വാങ്ങിയിട്ടാണ് ആളുകൾ ഈ മക്ബറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്ബറയുടെ ഒരു വാതിലിൻ്റെ മുന്നിലിരുന്നിട്ട് ആളുകൾ പാട്ട് പാടുന്നുണ്ട്. മദ്ഹ് ഗീതങ്ങളാണ് പാടുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. സുൽത്താനുൽ ഹിന്ദ് ഹോജാജി അദ്ദേഹത്തിൻ്റെ മക്ബറയുടെ ഉൾഭാഗം വീഡിയോ എടുക്കാൻ സമ്മതമില്ല. അതുകൊണ്ടാണ് നമ്മളത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ചരടാണിത്. ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ആ ചരടിൻ്റെ ഒരു ഭാഗം ഇവിടെ ഈ ഒരു മക്ബറയ്ക്ക് മുന്നിൽ തന്നെയുള്ള ഗേറ്റിൽ കെട്ടിയിടുന്നതും കണ്ടു. മക്ബറയ്ക്ക് ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കുന്നവരെയും അതുപോലെ തന്നെ ആ ചുമരിൽ തലവെച്ച് പ്രാർത്ഥിക്കുന്നവരെയും ചുറ്റുമിരുന്ന് കരഞ്ഞ് സങ്കടം പറയുന്ന ആളുകളൊക്കെ എനിക്ക് അവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ അവിടെ കണ്ട വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്, ഒരുപാട് കുരു കൂട്ടിയിട്ടിട്ട് അതിന് ചുറ്റും ആളുകൾ ഇരുന്നിട്ട് അതങ്ങനെ എണ്ണുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അത് ഈത്തപ്പഴക്കുരുവാണെന്നും അതുപോലെ തന്നെ ആ എണ്ണുന്നത് ദിക്ർ എടുക്കുകയാണ് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ചെറുതും വലുതുമായ ഒരുപാട് ഖബറുകളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളും ഒക്കെ കാണാൻ പറ്റി. ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ക്ലീനിങ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. ആ ചൂല് കണ്ടില്ല നിങ്ങൾ? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ചൂല് കാണുന്നത്. അവിടുന്ന് ഞാൻ കണ്ട ഒരു സൗണ്ട് സിസ്റ്റമാണ്, ഒരുപാട് കാഹളങ്ങൾ വെച്ചിട്ടുള്ള വലിയൊരു ടവർ. ഈ ഒരു കോമ്പൗണ്ടിലേക്ക് 4 കവാടങ്ങളുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് തരത്തിലുള്ള കച്ചവടങ്ങളുണ്ട് കേട്ടോ. ഇത് കേരളത്തിൽ നിന്ന് സിയാറത്തിന് വന്നിട്ടുള്ള ഒരു ടീമാണ്. അജ്മീർ ചെമ്പിലേക്ക് അവർ നേർച്ച ചെയ്ത ക്യാഷാണ് ആ കൊടുക്കുന്നത്. ഇന്ത്യയിലെ രാജസ്ഥാനിലെ അജ്മീർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂഫി മൊയിനുദ്ദീൻ ചിസ്തി ഖ്വാജ ഖരീബ് നവാസിൻ്റെ ദർഗയിലെ
അകത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ദർഗയ്ക്ക് പുറത്തും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. അജ്മീർ ഖ്വാജയെ കുറിച്ചോ അതല്ലെങ്കിൽ ഈ ഒരു ദർഗയെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ വരുന്ന സമയത്ത് സുബഹി നിസ്കരിച്ച പള്ളിയാണ് ഈ സൈഡിൽ കാണുന്നത്. അങ്ങനെ നമ്മളിതാ ഈ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങുകയാണ്. പുറത്ത് നല്ല തിരക്കായിട്ടുണ്ട്. എല്ലാ കച്ചവടങ്ങളും സജീവമായി ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ദർഗയിലേക്ക്. ആ ഒരു ഗല്ലിയിൽ കിട്ടുന്ന സ്വീറ്റ്സ് ആണ് ഇതൊക്കെ. ഇതാണ് അവിടുത്തെ ഒരു ട്രെൻഡിങ് സാധനം. ഇതിൽ വലുതുണ്ട്, ചെറുതുണ്ട്, സോഫ്റ്റ് ഉണ്ട്, ഹാർഡ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ആയിട്ട് പല വിധത്തിൽ ഈ ഒരു സാധനം അവൈലബിൾ ആണ്. എന്തായാലും ഞങ്ങൾ ഓരോ പീസ് ഒരു സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ റൂമിലേക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. വാൾനട്ടാണ് ഈ റോഡ് സൈഡിൽ തൂക്കി കൊടുക്കുന്നത്. ഇതവിടെ കണ്ട മറ്റൊരു കാഴ്ചയാണ്. റോട്ടിൽ നിന്നിട്ട് പാട്ട് പാടുക. വശങ്ങളിലായിട്ടുള്ള ഫ്ലാറ്റിൽ നിന്ന് ആളുകൾ സംഭാവന കൊടുക്കുന്നുണ്ട് അവർക്ക്. മറ്റൊരു രസകരമായ കാഴ്ചയായിരുന്നു ഇത്. പ്രായമായൊരു ബായി അവിടെയുള്ള കുട്ടികൾക്കൊക്കെ മിഠായി കൊടുക്കുന്നത്. അത് ആരാന്നൊന്നുമില്ല, അങ്ങനെ വരുന്ന കുട്ടികൾക്കൊക്കെ മിഠായി കൊടുക്കുന്നുണ്ട്. ക്രീം കേക്ക്, പുഡിങ്, ഇങ്ങനെയുള്ള പല സംഗതികളും റോട്ടിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തിരക്ക് കേട്ടോ. ഞങ്ങൾക്ക് 10 മണിക്കാണ് ഇനി ഇവിടുന്ന് പോകാനുള്ള ബസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ മാക്സിമം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ നിന്നു. 8 മണി 9 മണി ആയിട്ടും ഇവിടെ ആളിന് ഒരു കുറവുമില്ല. നല്ല കച്ചവടം നടക്കുന്നു, ആളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഏരിയയിൽ നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ട് സൈക്കിൾ റിക്ഷ, കുതിരവണ്ടി, ഇലക്ട്രിക് റിക്ഷ, അതേപോലെ തന്നെ CNGയുടെ ഓട്ടോറിക്ഷ, ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ബസ്സിൻ്റെ സമയമായപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രിക് റിക്ഷയും വിളിച്ചിട്ട് നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് പോയി. റിക്ഷയ്ക്ക് 80 രൂപയാണ് ചാർജ് വന്നത്. ഇവിടുന്ന് നേരെ ഡൽഹിയിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. സ്ലീപ്പർ വോൾവോ ബസ്സിന് ഞങ്ങൾക്ക് ടിക്കറ്റിന് റേറ്റ് വന്നത് 650 രൂപയാണ്. ഇനി ഡൽഹിയിലാണ് നമുക്ക് കാഴ്ചകൾ കാണാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഡൽഹിയിലെ കാഴ്ചകളൊക്കെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.